ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 18 ഏപ്രിൽ 2026, ഈ മാസത്തെ 18-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 108-ാമത്തെ ദിവസം, ഉയർപ്പിന് ശേഷമുള്ള 14-ാമത്തെ ദിവസം. ഇന്ന് 479-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് എങ്ങനെയാണ് അനുദപിക്കേണ്ടത്. അതിനായി ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം 2 ദിനവൃത്താന്തം 33-10 മുതൽ 13 വരെയുള്ള വേദഭാഗം ആണ്. അവർ മനേശയെ കൊളുത്തുകളാൽ പിടിച്ചു ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടതയിൽ ആയപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് ഓടിയകലാൻ ശ്രമിച്ച മനേശ എന്ന യുവരാജാവിൻ്റെ ചരിത്രമാണ് നാം വായിക്കുന്നത്. 12-ാം വയസ്സിൽ രാജാവായ വ്യക്തിയാണ് മനേശ. പിതാവായ യെഹിസ്കിയാവിൻ്റെ പിൻഗാമി. നന്നേ ചെറുപ്പത്തിൽ തന്നെ രാജാവായപ്പോൾ അധികാരം അവനെ വഴിപിഴപ്പിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. യുവത്വത്തിൻ്റെ തീഷ്ണതയിൽ എടുത്തതെല്ലാം അപക്വമായ തീരുമാനങ്ങൾ, അബദ്ധ ജടിലമായ ഭരണരീതികൾ. ഇസ്രായേലിൻ്റെ സർവശക്തനായ ദൈവത്തെ അവൻ മറക്കുകയും അന്യദൈവങ്ങളെ സേവിക്കുകയും ചെയ്തു. യിരെമ്യാ പ്രവാചകൻ മനേശയെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് ഇപ്രകാരമാണ്: ജീവനുള്ള ദൈവത്തെ മറന്ന് പരസംഗം ചെയ്തവൻ എന്നാണ്. രാജാധികാരത്തിൻ്റെ ഭ്രമത്തിൽ പെട്ട് രാജ്യത്വ നിയോഗവും ഏൽപ്പിച്ചു കിട്ടിയ ദൗത്യവും മനേശ മറന്നു. ഇസ്രായേലിൻ്റെ സമൃദ്ധിയും ദൈവിക അരുളപ്പാടുകളും അവൻ വിസ്മരിച്ചതായി നാം അവൻ്റെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. ദൈവം തന്നെ അവനെ തകർത്ത് കളയുന്നതായാണ് പിന്നീട് നാം കാണുന്നത്. ദൈവസാന്നിധ്യവും ദൈവകൃപയും അവനിൽ നഷ്ടമാകുന്നു. അശൂർ രാജാവ് അവനെ കൊളുത്തുകളാൽ പിടിക്കുന്നു. കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും തടവറയുടെയും ലോകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുന്നു. അവിടെ കണ്ണുനീരിൻ്റെ മഴവില്ലിലും കഷ്ടതയുടെ ദിനരാത്രങ്ങളിലുമാണ് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുഖം ദർശിക്കുന്നത്. അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും പൂജാഗിരികളെ പണിയുകയും ദേവാലയം അശുദ്ധമാക്കുകയും ചെയ്ത അവൻ സ്വയം വഴിതെറ്റുക മാത്രമല്ല, ദൈവജനത്തെ തന്നെ വഴിതെറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ അവൻ അവിടെ വച്ച് ദൈവസന്നിധിയിലേക്ക് തിരികെ നടക്കുകയാണ്. ദുരിതങ്ങളുടെ നടുവിൽ അവൻ വിനയാന്വിതനാകുന്നു. അധികാരത്തിൻ്റെ വ്യർത്ഥതയും നൈമിഷിക സുഖങ്ങളും വിലയില്ലായ്മയും അവൻ തിരിച്ചറിയുന്നതായി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അത്തരം തിരിച്ചറിവുകളിലൂടെ മധ്യേ അവൻ ജീവിതത്തെ പുതുക്കി പണിയാൻ ആരംഭിക്കുന്നു. അനുതാപത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ആ വ്യത്യാസം അവൻ മനസ്സിലാക്കാതെ അനുതാപത്തിൽ, പശ്ചാത്താപത്തിൽ, കണ്ണുനീരിൽ അവൻ്റെ ജീവിതം ഒരു ആത്മശുദ്ധീകരണത്തിലേക്ക് മടങ്ങുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. അവിടെ പുതിയൊരു മനേശയുടെ പിറവി ആരംഭിക്കുകയായിരുന്നു. അവൻ കൂടുതൽ ശുദ്ധി കൈവരിക്കുകയാണ് അവിടെ ചെയ്തത്. അനുതാപികളുടെ പശ്ചാത്താപ ഗാനം മുഴക്കുന്ന ബൈബിളിലെ കഥാപാത്രങ്ങളിൽ ഒരാൾ മാത്രമാണ് മനേശ. ഇസ്രായേലിൻ്റെ മഹാനായ ദാവീദ് രാജാവാണ് മറ്റൊരു ഉദാഹരണം. ദൈവം സ്നേഹിച്ചവൻ, ദൈവത്തോടുകൂടി നടക്കാൻ വിളിക്കപ്പെട്ടവൻ. എന്നാൽ ജീവിത വ്യഗ്രതകളിൽ അവൻ്റെ ദൈവീകത നഷ്ടമാകുന്നു. അവൻ്റെ കണക്കുകൾ തെറ്റുന്നു. കണക്കുകൂട്ടലുകളും സ്വാർത്ഥതയുടെ കരിമ്പുകയിൽ കൊലപാതകം വരെ ചെയ്യുന്നതിലേക്ക് അയാൾ എത്തിച്ചേരുന്നു. പക്ഷേ നാഥാൻ പ്രവാചകന്റെ ചാട്ടുളി പോലെയുള്ള വാക്കുകൾക്ക് മുമ്പിൽ അയാളിൽ അനുതാപ മഴ പെയ്ത് തുടങ്ങുന്നു. അതൊരു സാഗരമായി മാറുന്നതായി നമുക്ക് കാണാം. ആ കണ്ണുനീർ കടലിൽ അയാൾ മുങ്ങി അമരുകയായി ആണ് ഉണ്ടായത്. ഭൂമി പിളർന്ന് തന്നെ വിഴുങ്ങി കളഞ്ഞിരുന്നുവെങ്കിൽ എന്നുവരെ അയാൾ ചില നിമിഷങ്ങളിൽ ആഗ്രഹിച്ചു എന്ന്
നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ദാവീദ് എഴുതിയ 73 സങ്കീർത്തനങ്ങളും വായിക്കുമ്പോൾ അതിലൊക്കെയും അനുതാപത്തിൻ്റെ ആ ഒരു ചുവ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉദാത്തവും അനശ്വരവുമായ അനുതാപ സങ്കീർത്തനങ്ങൾ രൂപപ്പെട്ടത് അത്തരം നിമിഷങ്ങളിലായിരുന്നു എന്നത് ചരിത്രം എന്ന് നമുക്കറിയാം. അവൻ ദൈവത്തെ സ്തുതിച്ചതുപോലെ, അവന് കിട്ടിയതായ കൃപാവരങ്ങൾക്ക് വേണ്ടി അവൻ നന്ദി പറഞ്ഞതുപോലെ മറ്റ് ആരും തന്നെ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. ഇതൊക്കെയും നാം കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ വിശ്വാസത്തിൽ നിന്നും നമുക്ക് ഓടിയകലുവാൻ സാധിക്കത്തില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ മുടിയനായ പുത്രനെ കുറിച്ചാണ്. അവൻ്റെ അപ്പനെക്കുറിച്ചും അവൻ്റെ വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അവൻ്റെ കയ്യിലെ പൈസ തീർന്നപ്പോഴാണ് അവൻ അതൊക്കെയും മനസ്സിലാക്കിയത്. അതിനുശേഷം അവൻ തിരികെ വരുന്നതായ ഒരു ഭാഗമുണ്ട്. അപ്പൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അവനും പെയ്തു തോരുകുന്നതായി നാം കാണുന്നുണ്ട്. പിതാവേ, ഈ സ്നേഹമാണല്ലോ ഞാൻ ഉപേക്ഷിച്ചു പോയത്, ഇതിനെ ആണല്ലോ ഞാൻ തട്ടിത്തെറിപ്പിച്ചത്. ഇനി നിന്റെ വേലക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ, ഞാൻ ഇവിടെ കഴിഞ്ഞുകൊള്ളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ അപ്പനാകട്ടെ അവനെ കൂടുതലൊന്നും പറയാൻ അനുവദിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നതുമില്ല. പകരം ഇവനിലേക്ക് ഒരു ആശ്ലേഷം തീർത്തു. മറ്റുള്ളതെല്ലാം അനുതാപത്തിൻ്റെ ശുദ്ധീകരണത്തിലേക്ക് അവനും പ്രവേശിക്കുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. മഗ്ദലനക്കാരി മറിയയുടെ ജീവിതവും പരിശോധിച്ച് നോക്കുക. യേശുവിൻ്റെ സൗമ്യ സാന്നിധ്യം, കുറ്റപ്പെടുത്തലുകളും താക്കീതുകളുമില്ലാത്ത ഇടപെടൽ ഒരു മഴയിലെന്നതുപോലെ അവളുടെ എല്ലാ മാലിന്യങ്ങളും കഴുകിക്കളയുന്നു. അനുതാപം അവളുടെ ജീവിതത്തെ നെടുകയും കുറുകയും ഛേദിച്ചു കളയുന്നു. ഇനി ഒരിക്കലും അവൾക്ക് ആ പഴയ വഴിയിലൂടെ നടന്നു പോകാൻ ആകില്ല എന്ന് അവൾ തീരുമാനിക്കുന്നു. ക്രൈസ്തവ ജനതയെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഗമാലിയേലിൻ്റെ ശിഷ്യനായ ശൗൽ പൗലോസായി രൂപാന്തരപ്പെട്ടതാണ് മറ്റൊരു അനുതാപ ചരിത്രം. ദമസ്കോസിലേക്കുള്ള യാത്ര അനുതാപത്തിലേക്കുള്ള യാത്രയായി മാറുന്നു. വാളുമായി പോയവൻ വചനമായി മടങ്ങി വരുന്നു. എന്തോ ഒരു സൗന്ദര്യമാണ് ആ മടക്കയാത്രയ്ക്ക്. ആ അനുതാപത്തിൻ്റെ ആഴം എത്രയോ അഗാധമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ സഖായിയെ ഓർമ്മയില്ലേ? വെറുക്കപ്പെട്ടവനായിരുന്നു അയാൾ, ശപിക്കപ്പെട്ടവനും. പക്ഷേ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ മുതൽ അയാളുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. മാനസാന്തരം സംഭവിക്കുന്നത് ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കാം, എന്നാൽ അതിൻ്റെ അലയൊലികൾ ഒരു സമൂഹത്തിന് മുഴുവനാണ് ലഭിക്കുന്നത്. മാനസാന്തരപ്പെട്ട ഒരാൾ സമൂഹത്തിന് മുഴുവനും സാക്ഷ്യമാവുകയാണ്. പിന്നെ ഒരിക്കലും അയാളുടെ ജീവിതം പഴയതുപോലെ അല്ലാതായി തീരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന സക്കായി നടത്തിയ പ്രഖ്യാപനം ചതിവായി വാങ്ങിയതിൻ്റെ 4 ഇരട്ടി പണം നൽകാം എന്നായിരുന്നു. ഇരട്ടി പോലുമല്ലെന്ന് പ്രത്യേകം ഓർമ്മിക്കണം. ഇരട്ടി പോലുമല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. സത്യത്തിൽ അയാൾ ഇരട്ടി നൽകിയാൽ മതി. കാരണം മോശയുടെ നിയമം അനുശാസിക്കുന്നത് അത്രമേ ഉള്ളൂ. പക്ഷേ 4 ഇരട്ടിയാണ് അയാൾ തീരുമാനിക്കുന്നത്. ഇതാണ് യഥാർത്ഥ മനസാന്തരം, ഇതാണ് യഥാർത്ഥ അനുതാപം. അനുതാപ ജീവിതം ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രകടനമാണ്. പിഴച്ചുപോയ വഴികളെ ഓർത്ത് പശ്ചാത്താപത്തോടെ ദൈവസ്നേഹത്തിലേക്ക് തിരികെ നടക്കുന്നതാണ് അത്. പശ്ചാത്താപവും അനുതാപവും ദൈവീകതയാണ്. അത്തരത്തിലുള്ള ദൈവീകത നമ്മിൽ രൂപാന്തരപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആത്മശുദ്ധീകരണം സാധ്യമാകുന്നത്. അപ്പോഴാണ് നാം മനേശയെ ഓർക്കുന്നത്. ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിലേക്ക് തിരികെ എത്തിയ ദൈവത്തിന് സ്തുതി കരയേറ്റുന്ന ജീവിതമായി അയാൾ രൂപാന്തരപ്പെടുന്നു. യഹോവയുടെ ആലയത്തിൽ നിന്ന് അന്യദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും യഹോവയുടെ ആലയം നിൽക്കുന്ന പർവ്വതത്തിൽ നിന്നും യെരൂശലേമിലും താൻ പണിതിരുന്ന സകല ബലിപീഠങ്ങളെയും നീക്കി അയാൾ നഗരത്തിന് പുറത്തെറിഞ്ഞത് മാനസാന്തരത്തിൻ്റെ ഫലമായിട്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ നാം ഇന്നേവരെ ചെയ്തു പോയിട്ടുള്ളതായ തെറ്റുകളെ ഓർത്തെടുത്ത് നാം അനുദപിക്കുന്നുവെങ്കിൽ, പശ്ചാത്തപിക്കുന്നുവെങ്കിൽ, നാം മാനസാന്തരപ്പെടുന്നുവെങ്കിൽ
നാം നമ്മുടെ ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.